ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഇഷ്ടമില്ലാത്ത പായസ പാലട. ഇത് അമ്മയുടെ രീതിക്ക് ചെയ്യണതാണ്. അതിലൊന്നും അതില്ല. അതിലത് പറഞ്ഞിട്ടില്ല കേട്ടോ. പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ വഴറ്റണമല്ലോ എപ്പോഴും. അങ്ങനെ പായസം റെഡി ആയല്ലോ, ഓടി വാ കഴിക്കാം. വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ളവർ എനിക്ക് തോന്നണത് വാ പോരെ അങ്ങനെ പോന്നാ തേങ്ങ പൊതിക്കണ്ടേ. അപ്പൊ നാളെ ആരോ ചോദിച്ചില്ലേ ഓടിന്റെ മുകളിലിട്ടാ, ഞാൻ പറഞ്ഞു തരാം അതിനെപ്പറ്റി വ്യക്തമായിട്ട്. ഇന്നേ വരെ ഞങ്ങൾ കിളി കാഷ്ടിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പ്രതിവിധി അറിയാലോ എന്നാന്ന്. പക്ഷെ ഇത് നല്ല അപ്പൊ ഒരു കുടുംബിനി ആയി കഴിയുമ്പോഴുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത്. അവിടെ ഇരുന്നപ്പോ ഇങ്ങോട്ട് വെച്ചതാ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഞങ്ങളുടെ കാലഘട്ടത്തിൽ പരിപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പരിപ്പ് പായസം ഇഷ്ടം. അത് ശരി. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നതിന് ശേഷം ഗോതമ്പ് പായസം. ഗോതമ്പ് പായസമൊക്കെ അധികമായില്ല തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടം ഗോതമ്പ് പായസം. ഇഷ്ടമില്ലാത്ത പായസ പാലട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം പാലട. എന്നാന്നോ മട്ടിക്ക് വരാ. അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ഗോതമ്പും പരിപ്പും ഒക്കെ. ഗോതമ്പ് കഴിഞ്ഞുള്ളൂ പരിപ്പ്. എനിക്ക് പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി അല്ലേ? പക്ഷെ അതെന്താന്നറിയോ, പരിപ്പ് കഴിക്കുവാണെങ്കിൽ പപ്പടം പഴം കൂട്ടി കഴിക്കണം. അതാണ് അതിന്റെ കോമ്പിനേഷൻ. പരിപ്പും ഗോതമ്പും കഴിക്കണത് പപ്പടവും പഴവും ചേർക്കണം. എനിക്ക് കൂടുതൽ ഹെവി ആവണം. പഴം എനിക്ക് വേണമെന്നില്ല, പപ്പടം മസ്റ്റാ എനിക്ക്. ഇപ്പൊ നല്ല പണ്ടത്തെ കാലത്ത് അങ്ങനെയാ. ഞങ്ങളുടെ വീട്ടിൽ അപ്പച്ചന്റെ അപ്പൻ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ഇങ്ങനെ ചോറൂണ് കഴിയുമ്പോ കുഴയ്ക്കുമ്പോ പായസത്തിന്റെ കൂടെ പപ്പടം ചേർക്കും പഴവും ചേർക്കും എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ അപ്പൊ പഴയ ആൾക്കാരുടെ ഒരു ശീലങ്ങളെ അത് ശരിക്കും നല്ലതാ. അത് അപ്പൊ ഓണം പ്രമാണിച്ച് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന പായസം ഏതാ? ഗോതമ്പ്, ഇൻസ്റ്റന്റ് ഗോതമ്പ് മിക്സ്. ഇത്തവണ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല, അല്ല, തേങ്ങാപ്പാല് മാത്രം നമ്മൾ ചേർക്കണം. ഓക്കെ. പച്ചമുളക് കിടക്കണുണ്ടോ? ഈ വീഡിയോ കാണുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് കമന്റിൽ അറിയിക്കുക. മഴ പെയ്യാത്തോണ്ട് തന്നെ ഇല്ല. ഇതാണ് അപ്പയുടെ പച്ചമുളക്. അപ്പ ഇതിനെ മൈൻഡ് പോലും ചെയ്യാറില്ല. അങ്ങോട്ടെടുത്ത് കയറ്റി വെച്ചു, പുല്ലൊക്കെ കളഞ്ഞു വെച്ച്. അതെ, അമ്മയുടെ ഇഞ്ചി കിളുത്തോ? ആവശ്യമില്ല. ഇഞ്ചി കിളുത്തോ? ഇഞ്ചിയൊക്കെ കിളുത്തോ? ഞാൻ പോവുക കേട്ടോ കുളിക്കാൻ. ടൈമായി. സോളാർ 7 ആകുമ്പോഴേ കത്തോളൂ, ഇരുട്ട് വീണ. ഇഞ്ചിയൊക്കെ കിളുത്തു തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിന് യാതൊരു ശുശ്രൂഷ ആവശ്യമില്ല. ഇത് നട്ടതിന് ശേഷം മുളക് നമ്മൾ മേടിക്കാറില്ല. അത് നന്നായിട്ട് കായ്ഫലമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ തേങ്ങയൊക്കെ പൊറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങ എടുക്കാൻ പോയതാന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു. തേങ്ങാപ്പാൽ വീണിട്ടുണ്ടാവും. ഈ പച്ച നിറത്തിലുള്ള ഇലച്ചെടികൾ ഇങ്ങനെ ആർത്ത് നിൽക്കുന്നതാണ് മഴക്കാലത്തിൻ്റെ മറ്റൊരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ സമ്മർ സീസണിൽ ഇതുപോലെയൊക്കെ ഉണ്ടായി നിൽക്കാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷെ ഉണ്ടായാൽ തന്നെ ഇത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ പശ്ചാത്തലം മൊത്തം ഗ്രീനറി അല്ലേ. അപ്പോൾ പച്ചമുളക് ഇങ്ങനെ പച്ച നിറത്തിലിരിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഗോതമ്പ് പായസത്തിന്റെ ഇൻസ്റ്റന്റ് ഒരു മിക്സ് കൊണ്ട് അത് ഉണ്ടാക്കുക നമ്മൾ. അപ്പം അത് ആദ്യം നമുക്ക് ഈസ്റ്റേണ്ടിയാണ് നമ്മൾ അപ്പ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടത്. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആദ്യമായിട്ടാട്ടോ ചെയ്യണത്. വീറ്റ് പായസം. ഈ പായസം മിക്സ് ഫുള്ള് കുക്കറിലേക്ക് ഇടാനാ പറഞ്ഞേക്കണം. അപ്പം നമുക്കത് ചെയ്യാം. അപ്പം അത് കഴുകണക്ക് നീറ്റാക്കിയതായിരിക്കും, കാരണം കഴുകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മിക്സ് മുഴുവനും ഇതിലേക്ക് ഇടാനാ പറഞ്ഞേക്കണം. പൊട്ടിച്ച് നോക്കാം. അപ്പം അതിലേക്കില്ലേ 500 ml വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അളവ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോ. ഉള്ളങ്ങ പൊട്ടിക്കുക, ഏതായാലും എടുക്കാനുള്ളതല്ലേ. കാണിക്കാം. മിക്സായിട്ട് ഇതേ ശർക്കരയും എല്ലാ സംഗതികളും അതിലുണ്ട്. എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. പൊടിയായിട്ട് അതെ, ഗോതമ്പും ഉണ്ട്. നുറുക്ക് ഗോതമ്പിന്റെ ആട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ടേച്ച 500 ml വെള്ളം ഒഴിക്കാം. അതെ, ഇതെന്തായാലും വേവിക്കണം. അതെ, 20 മിനിറ്റ് വേവിക്കാൻ അവര് പറഞ്ഞേക്കണത്. കഴിഞ്ഞു. അതെ, മിക്സിന്റെ പടം എടുത്തോ. ഞാൻ ആ അമ്മച്ചിയുടെ ജഗ്ഗില് അളവ് കൃത്യം 500 ml വെള്ളം കൊണ്ട് വരാം കേട്ടോ. ആ ജഗ്ഗില്ല, അളവ് ജഗ് അതിലെടുത്തുണ്ട്. അതെ, നമ്മള് അളവ് അതിലുണ്ട്, ഒഴിക്കും. അതെ, അളവ്. ഇനി നമുക്ക് എന്നാന്നോ, ഇതിലെ അളവാ ഞാൻ എടുത്തേക്കണം, 500 ml. ഇനി നമുക്ക് എന്നാന്നോ ഒന്ന് ഇളക്കിയേച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. നോക്കാം, ഇത് കാണിക്കാം. 20 മിനിറ്റാ വേവിക്കാം. 20 മിനിറ്റാ. അത് അവരെഴുതിയേക്കണ 8 to 10 വിസില്, അപ്രോക്സിമേറ്റ് 20 മിനിറ്റ്സ് എന്ന്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, 20 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട്
ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ അപ്പം അത്രയും കൂടെ അതിലിരുന്ന് വെന്തോളും. എന്നിട്ട് നമുക്ക് വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ ഇത് ചെയ്താൽ മതി. വെള്ളം വേറെ ഒഴിക്കാൻ പാടില്ല, കാരണം അതിന്റെ പിന്നെ കൺസിസ്റ്റൻസി മാറിപ്പോകും. അപ്പം നമുക്ക് അടച്ചിട്ട് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അടക്കത്തുള്ളൂ. 4:40 കേട്ടോ. ഇനി നമുക്ക് തുറക്കാം. നമുക്ക് ഇതിലേക്ക് പഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. അതെ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഒരുവിധ ആവി പോയിട്ടുണ്ട്. ഇച്ചിരി ഇരിക്കണോ? വേണമെങ്കിൽ വെക്കാം. വേവ് എന്നാൽ ഇച്ചിരി അതിനോട് കഴിയട്ടെ. ഇതിലങ്ങ് വെന്തോട്ട വേണമെങ്കിൽ. ഞങ്ങൾ 20 മിനിറ്റ് ആയപ്പോൾ ഏതായാലും അതിൽ പറഞ്ഞതുപോലെ ഓഫ് ചെയ്തു കേട്ടോ. ഇനി പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കാനാ പറഞ്ഞേക്കണം, കാരണം അതിലിരുന്ന് കുറച്ച് ചൂട് കൊണ്ട് വേവൂല്ലോ. അത് കഴിഞ്ഞിട്ട് തുറന്ന എന്ത് ഫോമിലാണെന്ന് നിങ്ങളെ കാണിക്കാം. തുറന്നോളൂ. നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ. അസലായിട്ടുണ്ട്. ദേ നന്നായിട്ടുണ്ടല്ലേ? അതെ അതെ ശരി, ഒന്ന് നോക്കട്ടെ കേട്ടോ. അതെ, ഇച്ചിരി വേവാനുണ്ടെന്ന് തോന്നുന്നു. ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഒന്നോടെ അടച്ചു വെക്കാം. ഇച്ചിരി അല്ലേ? വേവിക്കണ്ട, അടച്ചിരുന്നാ മതി. അടഞ്ഞിരുന്നോട്ടെ. കറക്റ്റ് ആട്ടോ അവർ പറഞ്ഞ മെഷർമെന്റ്. വെന്ത ഇത് നമ്മൾ ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾ ഇച്ചിരി നെയ്യൊന്ന് ഇട്ടേച്ച് ഒന്ന് വഴറ്റൂന്ന് പറയാൻ പറ്റില്ല, വരട്ടുക. ഓ, ഇത് അമ്മയുടെ രീതിക്ക് ചെയ്യണതാണ്. അതിലൊന്നും അതില്ല. അതിലത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇവിടെ തേങ്ങാപ്പാൽ ഇരിപ്പുണ്ട്. അപ്പയാണ് ഇതിന്റെ വീക്ക്നെസ്സിന്റെ ആള്. ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ ഞാൻ പണ്ടൊക്കെ പരിപ്പ് പായസം ഉള്ളല്ലോ, പണ്ടത്തെ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലം. അപ്പം ഞാൻ ഇവിടെ വന്ന മമ്മി കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വീട്ടിൽ മമ്മി ഇല്ലിപ്പയുടെ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന നല്ല സൂപ്പർ. അപ്പം മമ്മി കുറേ പറഞ്ഞു തന്നെ എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഞ്ചലേച്ചി പറഞ്ഞു തന്നെ. അങ്ങനെ അവരൊക്കെ പറഞ്ഞാണ് തേങ്ങാപ്പാൽ ലിക്വിഡ് ആയിട്ടുള്ള, അല്ലെ കൂടുതൽ നേർത്ത പാലാത്. ഇനി ഇത് വറ്റി വരുമ്പോഴേ കുറുകിയ പാൽ ഒഴിക്കാൻ കൂടി ഇരിപ്പുണ്ട്. ഇത്രയുണ്ട്. ഒന്നാം പാല് കട്ടിപ്പാലത്. ഇച്ചിരി ഒരു പൊടിക്ക് ഉപ്പ് മധുരമൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ കേട്ടോ. അമ്മയുടെ അഡീഷൻസ്. പിന്നെ എന്നാന്നറിയാമോ, ആ വെള്ളച്ചൊവയൊക്കെ ഒന്ന് മാറാനും ഒക്കെ ആയിട്ട് അങ്ങനെ വേണം. മധുരിപ്പ്. അതെ. പിന്നെ ഞാനിങ്ങനെ ഇച്ചിരി നെയ്യിൽ വഴറ്റണ എന്നാന്നറിയാമോ, ഇച്ചിരി ഒന്നും വഴന്നില്ലെങ്കിൽ പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ വഴറ്റണമല്ലോ എപ്പോഴും. അപ്പം അതുകൊണ്ടാണ് കാര്യം. അതിൽ ഇൻസ്റ്റന്റ് എല്ലാം റെഡിയാന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരതിൽ എഴുതിയേക്കണത് ഇത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ 500 ml വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് ചൂടാക്കുക എന്നാണ്. ഞാൻ പക്ഷെ ഇച്ചിരി നെയ്യിൽ വഴറ്റണ എനിക്കിഷ്ടം. എന്തേ മെയിൻ പാല് ഒഴിക്കുവാണേ. ഒഴിക്കുവാണേ. ഇതിൽ ഒന്നാം പാല് മാത്രമേ ഉള്ളൂ. കട്ടപ്പാല് ഇരുന്ന് ഇച്ചിരി കുറൂട്ടോ. ഇനി ആഫ്റ്റർ സം ടൈം കാണാം. അതെ, കാണാം. ഇത് മതിയോ? അതിലെ ആ പാക്കറ്റിൽ അതേ കളർ. അതാ ഞാൻ പറഞ്ഞ പേൽ കളർ. നമുക്ക് എല്ലാം വഴറ്റാനുള്ളതൊക്കെ ഇടാം, മൂപ്പിച്ചിടാനുള്ളത് അല്ലേ. ഇതേ നെയ്യ് മൂത്തു, അല്ല നെയ്യ് ഉരുകി തേങ്ങാക്കൊത്ത് മൂപ്പിക്കണം ആദ്യം. എള്ളും പിന്നെ കിസ്മിസ് കിട്ടൂല്ലേ? മതി. അത് നേരെ ഇതിലേക്ക് ഇടുക. കാണിക്കാം, കാണും കേട്ടോ. അപ്പം മണം എത്തിന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പടം എടുക്കണം കേട്ടോ. ഞാൻ പടം എടുത്തിട്ടാ പിന്നെ നിരത്തോളൂ. ഞാൻ കുടിച്ചോ. അങ്ങനെ പായസം റെഡി ആയല്ലോ. ഓടി വാ, കഴിക്കാം. അല്ല, അപ്പ ഇവിടെ തേങ്ങ പൊതിക്കുക. ഇതേ പാക്കറ്റിലെ അതേ കളർ തന്നെ പായസം. കറക്റ്റ് അളവിലാണ് എടുത്തത്, അതുകൊണ്ടാണ്. കറക്റ്റ് അളവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ശർക്കരയുടെ ഒക്കെ അവർ പറഞ്ഞ 500 ml വെള്ളത്തിൽ വേവിക്കുക, പിന്നെ 200 ml കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുക. അപ്പം ആ കറക്റ്റ് അളവിലാണ് നമ്മൾ ആ അമ്മച്ചിയുടെ കപ്പിലാണ് ഞാൻ അളന്നെടുത്തത്. അപ്പം അതിലെടുത്തുകൊണ്ടായിരിക്കാം എല്ലാം കറക്റ്റായിട്ട് തോന്നിക്കുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മധുരം മതി. ശരിക്കും മധുരം വേണമെന്നുള്ളവർക്ക് ഇച്ചിരിയോടെ മധുരം ആയാലും ഇല്ലേ കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് മതി. അപ്പം അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നത് 200 ml പകരം 150 ml കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്താൽ മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നണം കേട്ടോ. അഭിപ്രായം പറഞ്ഞതാണ്. അപ്പം ഇനി പടങ്ങൾ എടുത്തു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം, എന്നിട്ട് കുടിക്കാനെടുക്കാം. ഇളക്കാൻ പോവാൻ ഈ പരുവത്തിൽ കിട്ടൂല.
പിന്നെ ഞങ്ങളൊരു സ്വല്പം ഏലക്കാപ്പൊടിയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പൊടിയായിട്ട് മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യൊക്കെ പാകം. അപ്പം പുറത്തുനിന്ന് പറയണ്ട, അങ്ങോട്ട് മണം ബാ പോരെ. അങ്ങനെ പോന്നാ തേങ്ങ പൊതിക്കണ്ടേ. അപ്പം കൊള്ളാവോ? ഗോതമ്പല്ലേ? ഗോതമ്പാണ് അപ്പയുടെ ഫേവറേറ്റ്. ആ പടത്തിൽ കണ്ട അതേ കളറാന്ന അമ്മ പറയുന്നത്. മധുരം കറക്റ്റാ, മട്ടിക്കില്ല. ഇന്ന് നല്ല മഴ ദിവസം. അതെ, തുണിയെല്ലാം തോരയിട്ടത് കൊണ്ട്. നാളെ ആരോ ചോദിച്ചില്ലേ ഓടിന്റെ മുകളിലിട്ടാ, ഞാൻ പറഞ്ഞു തരാം അതിനെപ്പറ്റി വ്യക്തമായിട്ട്. ഓടിന്റെ മുകളിൽ ഞാൻ അന്നേരം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓടിന്റെ മുകളിൽ ഇടുന്ന ഡ്രസ്സുകളെ അണ്ടർ സ്കേർട്ട്, ഹൗസ് കോട്ട്, കിളി കാഷ്ടിക്കില്ല അല്ല, അങ്ങനെയുള്ള സംഗതികൾ, നല്ല ഡ്രസ്സുകളൊന്നും അവിടെ ഇടൂല. ഇന്നേ വരെ ഞങ്ങൾക്ക് കിളി കാഷ്ടിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കിളി എപ്പോഴും എന്നെ വൈകിട്ടാ ചേക്കേറാനായിട്ട് ഇങ്ങനെ പറന്ന് നടക്കണത്. പകൽ സമയത്ത് ഈ ഭാഗത്തോടെ അങ്ങനെ കിളി കാഷ്ടിച്ച് പോയിട്ടും ഇതുമായിട്ട് ഞങ്ങൾ കണ്ടില്ല. ഈ പാടുകളൊക്കെ ഏതാണ്ട് പെയിന്റ് ഇട്ടതിൻ്റെ അങ്ങനെ ഏതാണ്ട്. പിന്നെ രാത്രി സന്ധ്യ സമയങ്ങളിൽ കിളി ചേക്കേറാൻ മരങ്ങളില ഇതല്ലേ മാവിൻ്റെ ഒക്കെ പിടിച്ചോ, ആ മാവിൻ്റെ ഇതിലെല്ലാം കയറാനായിട്ട് ഇങ്ങനെ വട്ടയിട്ട് പറക്കലുണ്ട്. പകൽ സമയത്ത് ഈ ഏരിയക്കിടെ അങ്ങനെ വരാറില്ല. ഞാനൊരു 10-30 വർഷമായിട്ട് ഈ പരിപാടി ചെയ്തിട്ട് ഇന്നേ വരെ ഓടിന്റെ മുകളില് 30 വർഷത്തിന് മേലായി ഓടിന്റെ മുകളില് കിളി ഒരു തുണിയിലും കിളി കാഷ്ടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ നടന്നു പോകുമ്പോ പല സമയങ്ങളിലും എന്റെ കയ്യിലൊക്കെ കാക്ക കാഷ്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നടക്കുമ്പോ. അതിപ്പോ ഞാൻ നടന്നു പോയപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഡ്രസ്സേൽ അങ്ങനെ വന്നിട്ടില്ല. ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പ്രതിവിധി അറിയാലോ എന്നാന്ന്. പക്ഷെ ഇത് നല്ല, അതായത് ഡ്രൈ ആയിട്ട് കിടക്കണ, വെയിൽ ഉദിച്ചു കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കണ ഓടിന്റെ മുകളിലോ ഇല്ലേ നമ്മുടെ വർക്ക് ഏരിയയുടെ ഷീറ്റ് ഒന്ന് പിടിച്ചോ. ഈ ഷീറ്റിന്റെ മുകളിൽ ഇടാൻ പറ്റൂല്ലോ വീടിന്റെ മുകളിൽ. വർക്ക് ഏരിയ അല്ല, ഒരപ്പര, അതിന്റെ മുകളിലെ ഷീറ്റ് പഴുത്ത് കഴിയുമ്പോൾ നല്ല ചൂടല്ലേ, അതിന്റെ മുകളിലോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അയലിടുന്നതിലും വേഗത്തിൽ ഉണങ്ങിക്കിട്ടും. വൃത്തിയല്ല, വേഗത്തിൽ ഉണങ്ങിക്കിട്ടും. പക്ഷെ ഓടിങ്ങനെ ക്രാപ്പ് പിടിച്ചൊക്കെ ഇരിക്കുന്നത് പഴയ ഓടല്ലേ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അണ്ടർ ഡ്രസ്സുകളും അണ്ടർ സ്കേർട്ട്, ഹൗസ് കോട്ടൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഇടാറുള്ളൂ. ആ ഷീറ്റിന്റെ മുകളിൽ അങ്ങനെയുള്ളതല്ല, തോർത്ത് ഉൾപ്പെടെ അപ്പടെ ബനിയൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇടാറുണ്ട്. നിന്റെ നേറ്റി ഇടുന്ന ബനിയനുകളൊക്കെ ഇടാറുണ്ട്. കാരണം അത് ക്ലീനാ. പിന്നെ ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മളിവിടെ തുണി ഇടുമ്പോ കിളികൾ കാഷ്ടിക്കുമെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല. നിലത്ത് ഈ തറയോണ്ട് നിലത്ത് നമ്മുടെ മുറ്റത്തെ ഇഷ്ടിക പാകിയിട്ടില്ല, മുറ്റം നടക്കണം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിമെന്റിന്റെ. അപ്പൊ അവിടെ വേനൽക്കാലത്ത് കാറ് കഴുകണ തുണികള്, സ്കൂട്ടർ കഴുകണ തുണികള്, പിന്നെ അപ്പം ചെയ്യണ ഒരു പണി, ഞാനല്ല ഹസ്ബൻഡ് ചെയ്യണതാ. അതായത് തലയിൽ ഇങ്ങനെ വേർക്കാതിരിക്കാൻ കിളയ്ക്കുകയും പണിയും ചെയ്യുമ്പോൾ തലയിൽ തുണി കെട്ടും. ആ തുണിയെല്ലാം ആ ഇഷ്ടിക മീൻസ് മിറ്റത്തുള്ള ഇട്ടേക്കണം, അതിൻ്റെ പുറത്തിട്ട് നല്ല വേനൽക്കാലത്ത്, മഴക്കാലത്ത് ആ പരിപാടി ചെയ്യാറില്ല കേട്ടോ, വേനൽക്കാലത്ത് ഇവിടെ ഇട്ട് ഉണക്കാറുണ്ട്. പിന്നെ നല്ല തുണികൾ നിലത്തെ ഇഷ്ടികപ്പുറത്ത് അങ്ങനെ ഇടാൻ പറ്റുമല്ലോ, വണ്ടികളും ഇതുമൊക്കെ വരുമല്ലോ, പിന്നെ അവിടെ പൊടിയും മണ്ണും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. പക്ഷേ GI ഷീറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റിൻ്റെ പുറത്തോ ഓടിൻ്റെ പുറത്തോ ഉണങ്ങിക്കിടക്കണ സർഫസ് ആണെങ്കിൽ അവിടെ തുണി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും എന്നുള്ളത് ഒരുമാതിരി പ്രായോഗിക പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അത് പുതിയൊരു അറിവാണല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കമൻറ്റ് വരുമ്പോൾ അതിന് മറുപടിയായിട്ട് ഞാനൊന്ന് പറയുകയും ചെയ്യണ്ടേ. ഒന്നും അല്ലെങ്കിൽ ഒരു വീട്ടമ്മയല്ലേ ഞാൻ. അപ്പം എൻ്റെ അനുഭവം എനിക്ക് കുറച്ചുണ്ടല്ലോ, ജീവിതാനുഭവങ്ങൾ. 10-60 വയസ്സായി. അപ്പൊ ഒരു കുടുംബിനി ആയി കഴിയുമ്പോഴുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത്. അല്ല, ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി, നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇത് ഇടുന്നുണ്ടെങ്കിൽ അതിന് വേറെ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ സ്ഥിരമായി ഇവിടെ തുണി ഇടുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ ഇടൂലായിരുന്നു. അത് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേങ്കിൽ എനിക്ക് അത്ഭുതമായി തോന്നിയത് എന്താണെന്നറിയോ, കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ തുണികൾ ഇട്ട് കഴിഞ്ഞാൽ പക്ഷികൾ കാഷ്ടമിടില്ലേന്നാണ്. അത് പിന്നെയും നമുക്കൊരു ഡൗട്ട് ചോദിച്ചതായിട്ട് മനസ്സിലാക്കാം. പക്ഷേ അതൊരു അരോചകമായി തോന്നി എന്നുകൂടി പറഞ്ഞപ്പോഴാണ് എനിക്കത് ശരിക്കും അത്ഭുതമായത്. കാരണം വീഡിയോയിൽ കാണാത്തതോ പറയാത്തതോ ആയൊരു കാര്യം അരോചകമായിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നാണ് മനസ്സിലാകാതിരുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അരോചകമായി തോന്നിയത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ എന്താണോ അങ്ങനെ കമൻറ്റ് വന്നേ എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ.